ലോകത്തെ നടുക്കിയ ദുരന്തമാണ് നേപ്പാളിലുണ്ടായത്. നിലവിലെ കണക്കനുസരിച്ച് 350ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും എത്രയോ മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അൽ ജസീറ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 1300-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് 300ഓളം ഇന്ത്യക്കാർ അക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. മലയാളികളുമുണ്ട്. 33 മലയാളികളെയും കാണാനില്ല, വിവരങ്ങൾ ലഭ്യമല്ല എന്ന് പറയുന്നു. ഭാഗ്യവശാൽ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ദുരന്തം വളരെ അപ്രതീക്ഷിതമായിരുന്നു. ഇത്രയും വലിയ തോതിൽ പ്രളയമുണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. മലമ്പ്രദേശമാണ്. ഉരുൾപൊട്ടലുകൾക്ക് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട്. പക്ഷേ ഇത്ര വലിയ തോതിൽ ദുരന്തമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആരുടെയും ഭാഗത്തുണ്ടായിരുന്നില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം കഴിയാവുന്നതിൻ്റെ പരമാവധി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സഹായം നേപ്പാളിന് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇപ്പോഴും കാണാതായവരുടെ കുടുംബാംഗങ്ങളും മറ്റും വലിയ ആശങ്കയിലാണ്. എങ്ങനെയെങ്കിലും ഉറ്റവരെ തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമാണ് അവരെല്ലാവരും ഉള്ളത്. അജിംസ്, നേപ്പാളിനെ സംബന്ധിച്ച് നമ്മുടെ അയൽ രാജ്യമാണ്. ഒരുപാട് വിനോദസഞ്ചാരികൾ എപ്പോഴും പോകുന്നൊരിടമാണ്. അവിടെയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എത്രത്തോളം ഭീകരമാണത്? ഈ ദുരന്തമുണ്ടായ സ്ഥലം ഈ ട്രക്കിങ്ങിന് വളരെ പ്രശസ്തമായ സ്ഥലമാണ്. ഒരുപാട് വിദേശികൾ, ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾ വന്ന് ട്രക്കിംഗ് നടന്നൊരു സ്ഥലമാണത്. അതാണ് ഈ ഏറ്റവും ഇതിൻ്റെ ഒരു ലോകശ്രദ്ധ നേടാനുള്ള കാരണം. പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ടൂറിസ്റ്റുകളെ കാണാനില്ലാതെ നൗഫൽ പറഞ്ഞത് ഒരർത്ഥത്തിൽ ടൂറിസ്റ്റുകളെ കണ്ടെത്തുക എളുപ്പമാണ്. കുറേ കൂടി കാണാതായവരെ സംബന്ധിച്ച് അവർക്ക് ട്രേസ് ഉണ്ടാവും. കാരണം അവർ വരുന്ന സ്ഥലത്ത് ലോക്കലി അവർ ഹോട്ടലിൽ താമസിക്കും. എവിടെ നിന്ന് വരുന്നു എന്നുള്ള വിവരങ്ങൾ ഈ നേപ്പാൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടാവും. കൃത്യമായ രേഖകളുണ്ടാവും അവർക്ക്. യഥാർത്ഥത്തിൽ നേപ്പാളികളെ കാണാതാവുമ്പോഴാണ് പ്രശ്നം. അവർക്ക് ഈ പറയുന്നവർക്ക് കടലാസ് ഉണ്ടാവില്ല പലർക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ആധാറുണ്ട്, ആരൊക്കെ എവിടെയൊക്കെ താമസിക്കുന്നത് സർക്കാരിന് അറിയാം. നേപ്പാളിൽ അങ്ങനെയുള്ള സിസ്റ്റം ഒന്നുമില്ല. അപ്പോൾ നേപ്പാളികളായ ആളുകളെ കാണാതായത് എത്ര പേരുണ്ടെന്നുള്ളത് ഒരു ഊഹക്കണക്കാണ്. പക്ഷേ മലയാളികൾ 33 പേരുണ്ട്, അതിൽ ഇത്ര പേരുണ്ടെന്ന് പറയാൻ കഴിയും. നേപ്പാളികൾ എത്ര പേര് എന്ന് കൃത്യമായിട്ട് പറയാൻ അവർക്ക് കഴിയില്ല. അതാണ് ഇതിലെ ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും ഭീകരത എന്ന് പറയുന്നത്. നമ്മളിന്നലെ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണ്. നമ്മൾ സുനാമിയിലൊക്കെയാണ് അത്രയും ഉയരത്തിൽ വെള്ളം വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഒരു ഭീകരമായ കാഴ്ചയാണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന സ്ഥലം അതിൻ്റെ തൊട്ടപ്പുറം ഭാഗം എന്ന് പറഞ്ഞാൽ തിബറ്റാണ്. ഒരു വശത്ത് ചൈന ബോർഡറാണ്. ചൈനയുടെ തിബത്തല്ലാത്ത ഭാഗമുണ്ട്. അപ്പോൾ ഈ തിബത്തിൻ്റെ ഭാഗത്ത് ധാരാളമായി ഗ്ലേഷ്യേഴ്സ് ഉണ്ട്, ഈ മഞ്ഞുപാളികളുണ്ട്. കഴിഞ്ഞ വർഷം 2015-ൽ 18 പേര് മരിച്ച ഇതുപോലെ സമാനമായൊരു അപകടം ഉണ്ടായിരുന്നു. അതുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ അപകടത്തിൻ്റെ കാരണം കൃത്യമായിട്ട് വ്യക്തമല്ല. അപകടം ഉണ്ടായ സ്ഥലത്തേക്ക് ട്രേസ് ചെയ്തെത്താൻ സയൻറ്റിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. 2025-ൽ കഴിഞ്ഞ വർഷം ഉണ്ടായ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ഇതേ തിബത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലത്തൊരു ഗ്ലേസിയർ ഉരുകി അതൊരു തടാകം പോലെയായി. ഈ തടാകം പോലെയായ ഭാഗത്ത് വെള്ളം കെട്ടിക്കിടന്നു. ആ വെള്ളം താഴേക്ക് അമർന്ന് ആ മഞ്ഞുപാളിയിൽ വലിയൊരു വിള്ളലുണ്ടായി. ആ മഞ്ഞുപാളി അടർന്ന് താഴേക്ക് വീഴുന്ന വഴിക്ക് ഈ തടാകം രൂപം കൊണ്ടതിൻ്റെ താഴേക്ക് നദിയിലേക്ക് എത്തുന്നു. ഈ നദിയെ ഇതൊരു കൃത്രിമമായ ഡാമാക്കി മാറ്റുന്നു. ഈ മഞ്ഞുപാളി ഒഴുകി വരുന്നു. അതിൻ്റെ കൂടെ വരുന്ന അവശിഷ്ടങ്ങളെല്ലാം ചേർന്ന് നദിയെ തടഞ്ഞു നിർത്തുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് പുറലോകം അറിയണമെന്നില്ല. കാരണം അവിടെ നിന്ന് ജനവാസ മേഖലയല്ല. അവിടെ ഒരു നദി തടയപ്പെട്ടു എന്നും ആ നദിയിലൊരു എന്താണ് പറയുക, പ്രകൃത്യാ തന്നെ ഒരു ഡാമുണ്ടായി എന്നും ആ ഡാമിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ആരും അറിയാനേ പോകുന്നില്ല. കുറേ കഴിഞ്ഞ് ആ വെള്ളം നിറഞ്ഞത് വീണ്ടും തള്ളി ഉഗ്ര ശക്തിയിൽ ആ വെള്ളം താഴേക്ക് പതിക്കുകയാണ്. ഒരു വെള്ളപ്രവാഹമായി താഴേക്ക് പതിച്ചാണ് 18 പേര് മരിക്കുന്ന വലിയ അപകടം ഉണ്ടായത്. ഇപ്പോൾ ഉണ്ടായതും സമാനമായ ഒരു അപകടമാണെന്നാണ് കരുതുന്നത്. അതിൽ ഈ കൃത്രിമമായ ഡാം സൃഷ്ടിക്കപ്പെട്ടത് ഈ തിബത്ത് ഭാഗത്തുള്ള ഏതെങ്കിലും പ്രകൃതിദത്ത തടാകത്തിലാണോ അതല്ല ഈ പറയുന്ന നദിയുടെ ഏതെങ്കിലും ഭാഗത്താണോ എന്നുള്ളത് അറിയില്ല. ഇതിപ്പോഴൊരു അസംഷനാണ്. കൃത്യമായി കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അത്ര ശക്തമായ ഒരു മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു തന്നെ ഭീകരമായ ഒരു അവസ്ഥയാണ് നൗഫൽ. ആളുകൾ ഓടുന്നതിനിടയ്ക്കാണ് ഈ വെള്ളം വരുന്നത്. വീഡിയോ എടുത്തുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട് പോയിക്കോളൂ. അപ്പോൾ ആളുകൾ ആ മലവെള്ളപ്പാച്ചിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അത്ര ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ഒരു കാര്യം, നമ്മൾ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുന്നത് നമ്മുടെ തോന്നലാണ്. കാലാവസ്ഥാ വ്യതിയാനം ഒന്നുമില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താണ്, ചൂട് കൂടുന്നതൊന്നുമല്ല, നമുക്ക് ചൂട് സഹിക്കാനുള്ള ശേഷി കുറയുന്നതാണെന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഏതാണ്ട് അതൊക്കെ തന്നെയാണ് പറയുക. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനമൊന്നുമില്ല, പാരീസ് ഉച്ചകോടിയിൽ നിന്ന് പിന്മാറിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്.
അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് റിയൽ. അതുകൊണ്ടാണ് ഈ മഞ്ഞുപാളികൾ ഉരുകുന്നതും ഈ ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകുന്നതും എന്നുള്ളത് റിയലാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാഴ്ചകളാണ്. കടലിന് ചൂട് പിടിക്കുന്നു, കടൽ നിരപ്പ് ഉയരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഇല്ല എന്ന് ലോക നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, നേപ്പാളിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുന്നു, ഫ്ലഡ് നേപ്പാളിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. അപ്പോൾ ഫ്ലഡ് കൺട്രോൾ, അതുപോലെ ഫ്ലഡ് മുന്നറിയിപ്പ്, ഇത് രണ്ടും നേപ്പാളിനെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. എല്ലാ കൊല്ലവും ഇങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം 2025 അപകടത്തിൽ ചൈനയുടെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ആളുകളെ പരമാവധി ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ മരണസംഖ്യ കുറഞ്ഞത്. പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു മുന്നറിയിപ്പ് സംവിധാനമേ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചൈനയ്ക്ക് അത് മനസ്സിലായി കാണില്ല. ചൈനയെ സംബന്ധിച്ചും തിബത്ത് അവരെ സംബന്ധിച്ചൊരു വിദൂരമായ സ്ഥലമാണ്. അവർ കൈയടക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ത്യ ആരോപിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവരത്രയും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. അവിടെ ഏതോ വിജനമായ ഏതോ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു മഞ്ഞുപാളി ഇടിഞ്ഞു എന്നുള്ളത് ചിലപ്പോൾ അവരറിയണമെന്നില്ല. ഇനി അറിഞ്ഞാൽ തന്നെ അത് കൃത്യമായി അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു മുന്നറിയിപ്പ് സംവിധാനം ഫലപ്രദമായി പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഈ ആളുകൾ ഇത്രയും പേര് കാണാതാവുന്നതും ഇത്രയും പേര് മരിക്കാനിടയായ ഒരു കാരണം എന്നാണ് തോന്നുന്നത്. നേപ്പാളിനെ സംബന്ധിച്ച് വേറൊരു ക്രൈസിസ് കൂടിയുണ്ട്. നേപ്പാളിലൊരു ജൻസി പ്രൊട്ടസ്റ്റ് നടന്ന് അവിടെ ഒരു സർക്കാർ താഴെ ഇറങ്ങി പുതിയൊരു സർക്കാർ അധികാരത്തിലെത്തി 6 മാസമേ ആയിട്ടുള്ളൂ. ആ സർക്കാരാകട്ടെ അങ്ങനെ ഭരണപരിചയമുള്ള ഒരു സർക്കാരല്ല, പരമ്പരാഗത രാഷ്ട്രീയക്കാരല്ല. അവരൊരു പുതുമുഖ സർക്കാരാണ്. ആ സർക്കാരിനെ സംബന്ധിച്ച് അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു ക്രൈസിസ് ആയിരിക്കും ഇത്. ഇത്രയും വലിയൊരു അപകടം അവരെങ്ങനെ തരണം ചെയ്യും എന്നുള്ളത്. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ സഹായവുമായി, ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങൾ സഹായവുമായി എത്തുന്നുണ്ട്. അത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഈ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭ്യമല്ല. ഭൂചലനമാണ് എന്ന് വരെ പറയുന്നുണ്ട്. ഭൂചലനം കാരണം മഞ്ഞുപാളികൾ അടർന്നു വീണതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പല കാരണങ്ങളും ആകാം. പക്ഷേ ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അതിർത്തി പ്രദേശമാണല്ലോ. അപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇത്തരം ഈ കൊടുക്കൽ വാങ്ങലുകൾ, കമ്മ്യൂണിക്കേഷനൊക്കെ ഇക്കാര്യത്തിൽ നടക്കേണ്ടതല്ലേ? ഇപ്പോൾ സാധാരണ സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ ഉള്ളതാവാം, പക്ഷേ അതിനപ്പുറത്തേക്ക് രാജ്യങ്ങൾ തമ്മിലൊക്കെ ഉള്ളൊരു സഹകരണത്തിൻ്റെ മേഖല കൂടി തുറക്കേണ്ട ഒരു സാഹചര്യമല്ലേ ഇത്? അല്ല, അതിപ്പോൾ സഹകരണത്തിൻ്റെ എന്ന് വെച്ചാൽ ഇപ്പോൾ നോക്കൂ, നേപ്പാളിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഇന്ത്യയും ചൈനയും അവരുടെ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ രക്ഷാദൗത്യത്തിനും നിങ്ങളുടെ റീബിൽഡിങ്ങിനും അയക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. സഹകരണം അവിടെയുണ്ട്. പക്ഷേ ഈ സംഭവം എനിക്ക് തോന്നുന്നു മനസ്സിലായിട്ടുണ്ടാവില്ല. കാരണം ഇത് നേരത്തെ അജിംസ് പറഞ്ഞല്ലോ, ഒറ്റ ദിവസം സംഭവിച്ചൊരു കാര്യമല്ല. അവർ അവലാഞ്ച് എന്നൊക്കെ പറഞ്ഞില്ല, എന്താണ്, മഞ്ഞുപാളി അടർന്ന് വീണ് ഒരു തടാകത്തിനകത്ത് ഒരു അപകട സാഹചര്യം രൂപപ്പെടുന്നു. ഈ മഞ്ഞുപാളി അടർന്ന് വീഴുന്ന ദിവസവും പ്രശ്നങ്ങളില്ല. ആ മഞ്ഞുപാളി അടർന്ന് വീഴുന്നതിൻ്റെ കൂടെ കല്ലും മണ്ണും എല്ലാം വരുന്നു, ഒരു നദിയാകെ ബ്ലോക്കാവുന്നു. നമ്മളെപ്പോഴും പറയില്ലേ, മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടുമെന്ന് ഭയപ്പാടില്ലേ? അതുപോലെ ഒരു വലിയ ഡാം രൂപപ്പെടുന്നു. ആ ഡാമിലേക്ക് സമ്മർദ്ദം കൂടി ദിവസങ്ങളെടുത്ത് കഴിഞ്ഞേക്കാം. ആ സംഗതിയെ മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് ഒരു പക്ഷേ എത്തിയിട്ടുണ്ടാവില്ല. ഭൂകമ്പമാണെന്ന് ചോദിച്ചാൽ ഭൂകമ്പമാണെന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകൾ കൂടുതലുണ്ട്. അത് രണ്ടും ശരിയാവും. കാരണം ഇപ്പോൾ അമേരിക്കൻ ഏജൻസീസ് പറയുന്നത് ഇത് ഒരു ഹിമപാളി ഇളകി വീണുണ്ടായിട്ടുള്ള അപകടമാണ്. ആ ഹിമപാളി ഇളകി വീണ് തടാകത്തിൽ വീണ് തടാകത്തിന് ഫോഴ്സ് കൂടി ഇത് പൊട്ടുന്നു. അപ്പം നേപ്പാളിലെ നദികളുടെ സ്വഭാവം നമുക്കറിയാവുന്നതുപോലെ മലകൾക്കിടയിലൂടെയുള്ള വീതി കുറഞ്ഞ നദികളാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായാലും വലിയൊരു ഫണലിനകത്തൂടെ അതിവേഗത്തിൽ അതിൻ്റെ പ്രഷർ കൂടും. നമ്മുടെ നാട്ടിലുള്ളതുപോലെ വിശാലമായ നദിപ്പരപ്പുകളല്ല, പക്ഷേ ഈ മലയിടുക്കുകളാണല്ലോ മൊത്തം അവിടെ. അപ്പോൾ അതിനകത്തൂടെയുള്ള ഒരു ട്യൂബ് പോലെ ആയിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് അത്രയും പവറിലായിരിക്കും വരിക. അതായത് നമ്മൾ ഈ പറയില്ലേ, അണക്കെട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പിനകത്തുനിന്ന് വരുന്ന ടണലിൻ്റെ അത്രയും വേഗതയിലായിരിക്കും, പവറിലായിരിക്കും വെള്ളം വരിക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. അപ്പോൾ ഈ റിസ്ക് സത്യത്തിൽ നേപ്പാളിനെ സംബന്ധിച്ച് മുമ്പും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഭൂകമ്പമാണ് ബേസിക് പ്രശ്നം. അപ്പോൾ ഹിമാലയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഹിമാലയമാണ് അത്രയും ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മലനിരകളുടെ നമ്മളുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ ഏറ്റവും യുവ മലനിരകളെന്ന് പറയുന്നത് ഹിമാലയമാണ്. അതായത് ഈ പറഞ്ഞ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു 50-60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രം രൂപപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഹിമാലയം. അപ്പം രൂപപ്പെട്ടു എന്ന് മാത്രമല്ല, അതിനുശേഷവും ഇതിൻ്റെ കൂട്ടിയിടി ഇപ്പോഴും തുടരുകയും ഹിമാലയത്തിൻ്റെ ഉയരം ഓരോ വർഷവും മില്ലിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ അടിസ്ഥാനത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ഫലകങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടി ഇപ്പോഴും നടക്കുകയാണ്. ആ കൂട്ടിയിടി നിരന്തരമായിട്ടുള്ള എന്തിന് കാരണമാകും? ഭൂകമ്പങ്ങൾക്ക് കാരണമാകും. സോ അതുകൊണ്ട് ഹിമാലയം ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള നേപ്പാളിന് ഭൂകമ്പത്തിൽ നിന്നൊരു മോചനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഭൂമിശാസ്ത്രപരമായ സവിശേഷതയോട് നടുക്ക് നിൽക്കുന്ന രാജ്യമാണ്. സോ ആ രാജ്യം ഭൂകമ്പത്തിൻ്റെ ത്രെട്ടിലായിരിക്കും അതിൻ്റെ അവസാനം വരെയും ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഭൂകമ്പം ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ആഗോളതാപനം. ആഗോളതാപനം എല്ലാവർക്കും ഒരു തമാശ കഥയാണിപ്പോൾ. പക്ഷേ ആഗോളതാപനം കാരണമാണ് ഇത് ഉരുകി വീഴുക. ഇനിയിപ്പോൾ ഭൂകമ്പം ഉണ്ടായില്ലെങ്കിൽ കൂടി, ചെറിയ ഭൂകമ്പം ഉണ്ടായാൽ കൂടി
ഇത് വീഴുന്നതിൻ്റെ കാരണം ഇത് ഉരുകിക്കൊണ്ടിരിക്കുന്നതാണ്. ചൂട് കൂടുന്തോറും മഞ്ഞ് പാളികൾ ഇളകി 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 വീഴാൻ നിൽക്കുകയും ചെറിയൊരു ചലനം ഉണ്ടായാലും താഴേക്ക് വീഴുകയും ചെയ്യും. ചിലപ്പോൾ തടാകത്തിലായിരിക്കില്ല, ഈ വലിയ മഞ്ഞു മലകൾക്ക് മുകളിൽ തന്നെ എന്ത് രൂപപ്പെടും? ഈ പറയുന്ന വലിയൊരു ജലത്തിൻ്റെ ഒരു ടാങ്ക് രൂപപ്പെടും. അത് അതിനകത്ത് ഈ മഞ്ഞുപാളികൾക്കിടയിലുള്ള ശരിക്കുള്ള കല്ലും മണ്ണ് നമ്മൾ പുറത്ത് കാണുന്ന ഈ വൈറ്റ് സ്നോ മാത്രമാണ്. അതിനകത്ത് പക്ഷേ കല്ലുകളുണ്ടല്ലോ, അതെല്ലാം കൂടി ചേർന്നിട്ടൊരു സംഗതി രൂപപ്പെടുകയാണ് അകത്ത്. അത് കാണാൻ പറ്റില്ല, കാരണം ഇങ്ങനെ കിടക്കുകയല്ലേ, 10,000 ഹെക്ടറിൽ കിടക്കുകയാണിത്. ഒരു സന്ദർഭത്തിൽ അതിൻ്റെ പ്രഷർ മാക്സിമത്തിൽ പൊട്ടി താഴേക്ക് വീഴും. അപ്പോൾ നേപ്പാളിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ജീവിതത്തിൻ്റെയും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായി അതിനെ അവഗണിക്കാൻ കഴിയാത്ത, ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ പ്രകൃതി ദുരന്തം. അപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്ഥായിയായി അതിനെ മറികടക്കാൻ കഴിയുന്ന ടെക്നോളജിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതായിരിക്കും അവർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ അതിനും പരിമിതി കാണും. ഇപ്പോൾ നമ്മൾ വയനാട്ടിനെ കുറിച്ച് പറയില്ല, വയനാട്ടിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളും 35 to 40% സ്ഥലങ്ങളും ഭൂകമ്പ സാധ്യതയുള്ള, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള, ഭൂകമ്പമല്ല മണ്ണിടിച്ചിൽ സാധ്യതയുള്ള, മനുഷ്യർക്ക് താമസിക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെടുന്ന സർവേകൾ സ്റ്റഡീസ് പറയുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ നല്ലവരെ മാറ്റാൻ പറ്റുമില്ല. സോ അതാണ് നേപ്പാൾ നേരിടുന്ന ദുരന്തം. 2017 ദുരന്തം നമുക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം പലപ്പോഴായിട്ട് എല്ലാ വർഷവുമാണ് ഇത്തരം ജലവൈദ്യുത പദ്ധതികളും അതായത് കുറേ ചെറിയ ചെറിയ ഡാമുകൾ ഒന്നിച്ച് തകർന്നിട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം ഇത് ശരിക്കും എന്താണ് പൂർണ്ണമായും അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അവിടെ നിന്നുള്ള വിഷ്വൽസൊക്കെ കണ്ടാൽ നമുക്ക് ഭയാനകമായ സാഹചര്യമാണ്. ഒരു നിലയ്ക്കും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഗതിയാണ് ഉണ്ടായിട്ടുള്ളത്. ടൂറിസ്റ്റുകളുണ്ട്, പിന്നെ ഹിമാലയ ഉള്ളത് ഒരുപാട് പിൽഗ്രിംസ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത്. ഇപ്പം ഇഷ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുള്ള പോയ ആൾക്കാരാണ്. ഇപ്പം ഈ സദ്ഗുരു അത് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന വിഷ്വൽ ഇപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ആൻഡ് ട്രക്കിങ്ങിന് പോകുന്നവരുണ്ട്. നേപ്പാൾ കുറച്ചുകൂടി വളരെ എക്കണോമിക് ആണല്ലോ, ഇന്ത്യയുമായിട്ട് വളരെ സൗഹൃദ രാജ്യം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പേപ്പേഴ്സ് പരിപാടികളെല്ലാം വളരെ എളുപ്പമാണ്. പെട്ടെന്ന് പോകാൻ പറ്റും. ഭൂട്ടാൻ, നേപ്പാളൊക്കെ വേഗം പോകാൻ വഴി, പാസ്പോർട്ട് ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ പെട്ടെന്ന് ചൂസ് ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ സാഹചര്യം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നുള്ള യാഥാർത്ഥ്യം. അതായത് ഞാൻ പറഞ്ഞത്, ലോകത്ത് ആഗോള താപനം എന്ന് പറയുന്ന പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ അതിൻ്റെ ഏറ്റവും ആദ്യത്തേതും ഏറ്റവും ഭയാനകവുമായി ഇരയാക്കപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായിട്ട് നേപ്പാൾ മാറുകയാണ്. നേപ്പാളിൻ്റെ കാര്യത്തിൽ ലോകത്തിനൊരു ഒരു പ്ലാൻ വേണമെന്ന് ഞാൻ പറയാം. നേപ്പാളിന് മാത്രമല്ല, നേപ്പാളിനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ലത്. പക്ഷേ ഈ റീജിയനിലൊരു പ്രധാനപ്പെട്ട സെക്ടറാണ് ഹിമാലയം എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയും നേപ്പാളും അതിനെ പങ്കിടുന്നുണ്ട്. സോ അതിനകത്ത് ഈ റീജിയനിലെ രാജ്യങ്ങൾക്ക് അതിൻ്റെ സെക്യൂരിറ്റി എന്തായിരിക്കണം, അത് ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊരു സീരിയസ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാവുകയും ഒരു പ്രോജക്റ്റ് ഉണ്ടാവുകയും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നേപ്പാളിൽ അങ്ങനെ കുറേ ആളുകളെ, ഗ്രാമങ്ങളെ മാറ്റി പാർപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ മാത്രം പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. ഭൂമിശാസ്ത്രപരമായി തന്നെ നമ്മൾ പലതരത്തിലുള്ള വിപത്തുകളിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരു കഥയല്ല, എല്ലാ വർഷവും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സംഗതിയല്ല. മറിച്ച് നമുക്ക് പലതരത്തിലുള്ള വികാസം ഉണ്ടാകുന്നതിന് കൂടെയുള്ള പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും നമ്മൾ പ്രവേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, നേപ്പാളിൽ മരണസംഖ്യ കുതിച്ചുയരുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം.